ഓണാഘോഷത്തിന്റെ മറവിൽ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കടത്തുന്നത് തടയാൻ കൂട്ടുപുഴ സംസ്ഥാന അതിർത്തിയിൽ കേരള കർണാടക എക്സൈസ് പോലീസ് സംഘത്തിന്റെ സംയുക്ത പരിശോധന ഈ ആഴ്ച തന്നെ ആരംഭിക്കും. ഇരു സംസ്ഥാനങ്ങളുടെയും എക്സൈസ് റേഞ്ച് തലത്തിലും പോലീസ് ഉന്നത തലത്തിലും ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നിലവിലുള്ള പരിശോധനയ്ക്ക് പുറമെയാണ് സംയുക്ത പരിശോധന. കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്കുള്ള വാഹനങ്ങളും കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള വാഹനങ്ങളും പരിശോധിക്കും. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അതിർത്തിയിൽ 24 മണിക്കൂറും പരിശോധന തുടരുകയാണ്. 2 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്ന ചെക്ക് പോസ്റ്റിൽ എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. ഇൻസ്പെക്ടർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരാണ് ഓരോ ഷിഫ്റ്റിലും ഡ്യൂട്ടിയിലുള്ളത്. ഇതിനു പുറമെ സ്പെഷ്യൽ ഡൈവ് സ്ട്രൈക്കിംഗ് ഫോഴ്സ്, CIയുടെ നേതൃത്വത്തിലുള്ള സർക്കിൾ ടീം, എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രത്യേക സംഘം എന്നിവയും അതിർത്തിയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ, ബസ്സുകൾ, ലോറികൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. സ്പെഷ്യൽ ഡ്രൈവ് ഈ മാസം 31 വരെ തുടരും. രാസലഹരി, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി കേരളത്തിലേക്ക് എത്തുന്നത് തടയാനാണ് സംയുക്ത പരിശോധന ഉൾപ്പെടെ നടത്തുന്നത്. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.